മാരുതിയുടെ നെക്സ കാറ്റഗറിയിൽ പെടുന്ന സിയാസ് ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. 1 ഇയർ വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാൻ കഴിയുന്ന ഒരു വാഹനമാണ്. ഇത് അഡീഷണൽ നമുക്ക് അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ ഒരു റെഡ് വാഗനറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2013 സിംഗിൾ ഓണർ 37,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. യൂസർ കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള വാഹനങ്ങളാണ് മാരുതി വാഗനർ. പ്രത്യേകിച്ചിട്ട് ഈ ഒരു ഫേസിൽ വരുന്ന വാഹനങ്ങൾ. ഈ ഒരു ഫേസിലുള്ള വാഗനർ നോക്കി നടക്കുന്ന ഒരു കസ്റ്റമർ ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോറൂമിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളറും അതുപോലെ തന്നെ ബഡ്ജറ്റ് അതുപോലെ തന്നെ ഏത് വേണോ, ഓട്ടോമാറ്റിക് വേണോ, മാനുവൽ വേണോ, ഏതാണ് നിങ്ങൾക്ക് അനുയോജ്യം അത് നിങ്ങൾക്ക് തിരഞ്ഞ് കണ്ടുപിടിച്ച് പോകാൻ. പഴയ മോഡൽ മാത്രമല്ല പുതിയ മോഡലുണ്ട്. ഇതേ കണക്കിനാണ് എല്ലാ വാഹനങ്ങളുടെ സ്റ്റോക്കും ഇപ്പോൾ ഈ ഒരു ഷോറൂമിലുള്ളത്. അതായത് ഇപ്പോൾ സെലീറിയോ നോക്കുകയാണെങ്കിൽ, ഓൾട്ടോ കേട്ടൻ നോക്കുകയാണെങ്കിൽ, ഇത് മോഡൽ വാഹനം നോക്കുകയാണെങ്കിൽ ഒരുപാട് സെലക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പരിപൂർണ്ണ തൃപ്തിയായിട്ട് വാഹനങ്ങൾ എടുക്കാൻ പറ്റുന്ന ഒരു ഷോറൂമിലാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ, നമ്മുടെ എറണാകുളം ജില്ലയിൽ കോതമംഗലത്തുള്ള ഈ ഒരു പോപ്പുലർ ട്രൂവാൽ ഷോറൂമിലാണ്. ഈ ഒരു മാസം ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്കാണ് വന്നിട്ടുള്ളത്. എല്ലാം തന്നെ ഞാൻ മാക്സിമം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വാഹനത്തിന്റെ എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. നമ്പറും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഒക്കെ പരിചയപ്പെടാം. ഈ ഒരു വാഗനറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2017 സിംഗിൾ ഓണർ ഓട്ടോമാറ്റിക് വാഗണറാണ്. ഓട്ടോമാറ്റിക് മാനുവൽ ഒക്കെ നമ്മുടെ ഇപ്പൊ നിലവിൽ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 36,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നല്ല കണ്ടീഷൻ വെഹിക്കിൾ ആണല്ലേ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4,55,000. 4,55,000 ചോദിക്കുന്ന പ്രൈസ്. ആസ്കിംഗ് പ്രൈസ് ആണ്. നമുക്ക് മാക്സിമം ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ബാക്കി ഈ ഒരു റെഡ് വാഗനറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? 2013 സിംഗിൾ ഓണർ 37,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഏത് വേരിയന്റ് ഏതാ? VXI ആണ്. VXI വേരിയന്റ്. പെട്രോൾ മാനുവൽ. ഈ ഓടിക്കുന്ന കിലോമീറ്റർ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ക്വാളിറ്റി വെഹിക്കിൾ ആണ്. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ്. 4 ടയറും പുതിയതാണ്. 4 പുത്തൻ ടയേഴ്സ് ഉള്ള ഒരു വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ്. 3,30,000 രൂപ. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഈ സെലീറിയോ ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 ZXi ഓപ്ഷണൽ സിംഗിൾ ഓണർ ആണ്. 53,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. പെട്രോൾ മാനുവലിൽ ഫുൾ ഓപ്ഷൻ വരുന്നതല്ലേ? ZXi ഓപ്ഷനിൽ വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിനകത്ത് 2 എയർ ബാഗ് ABS വരും. സ്റ്റിയറിംഗിൽ ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ വരുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അഡീഷണൽ ചെയ്താണ്. ZXi ഓപ്ഷനിൽ അലോയിൽ വരുന്നില്ല. കമ്പനി വരുമ്പോൾ ഇല്ല. ഇത് അഡീഷണൽ ചെയ്താണ്. പിന്നെ സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ എടുക്കുന്ന കസ്റ്റമറിന് ഒരു തരത്തിലുള്ള വർക്കും പിന്നീട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? 4 ലക്ഷം രൂപയാണ് വരുന്നത്. 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഒരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ ഓൾട്ടോ 800 ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2016 LXi സെക്കൻഡ് ഓണർ 64,000 കിലോമീറ്റർ. 64,000 കിലോമീറ്റർ. ഹിസ്റ്ററിങ്ങളൊക്കെ ഉണ്ടോ? ഹിസ്റ്ററിങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് AC പവർ സ്റ്റീരിംഗ് ട്യൂഡർ പവർ വരുന്നുള്ളൂ. സീറ്റ് കവേഴ്സ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 2,40,000. 2,40,000. ഒരു മീഡിയം ബഡ്ജറ്റിൽ വാങ്ങാൻ പറ്റുന്ന സാധാരണക്കാരന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ്. നമുക്ക് ഇതിൽ ലോൺ ചെയ്യണമെങ്കിൽ എത്ര ഡൗൺ പേയ്മെന്റ്? 50 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് ലോൺ ചെയ്യാം. ബാക്കി നമുക്ക് ലോൺ ചെയ്യാം. നമുക്ക് ഒരു 2 ലക്ഷം രൂപ ലോൺ ഇടുകയാണെങ്കിൽ മാസം എത്ര EMI? 5,000 രൂപയുടെ ഉള്ളിൽ EMI നിൽക്കും. അപ്പൊ ചെറിയൊരു EMI വാങ്ങാൻ പറ്റുന്ന സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആണ്. ഈ ഒരു വാഗനറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2015 VXi സിംഗിൾ ഓണർ ആണ്. 65,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. VXi മാനുവൽ ആണല്ലേ? അത് ചില ഫീച്ചേഴ്സും VXi. ഓക്കെ. ഇത് അഡീഷണൽ നമുക്ക് അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല കണ്ടീഷൻ ടയേഴ്സ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 3,60,000. 3,60,000 ആസ്കിംഗ് പ്രൈസ് ആണ്. ഒരു ലോ ബഡ്ജറ്റിൽ നല്ലൊരു ചെറുവാഹനം നോക്കുന്ന കസ്റ്റമേഴ്സിന് അനുയോജ്യമായിട്ടുള്ള ഒരു വാഹനം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഹ്യുണ്ടായിയുടെ ഇയോണിലെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇയോൺ 2014 ഡിലൈറ്റ് എന്നുള്ള വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ. കിലോമീറ്റർ 36,000 ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ചെറുവാഹനമാണ്. മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമല്ലേ? ഇത് ഡിലൈറ്റ് എന്ന് പറഞ്ഞ ബേസ് മോഡലാണ്. ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിനകത്ത് AC പവർ സ്റ്റിയറിംഗ് മാത്രമാണ് കമ്പനി വരുന്നത്. റിമോട്ട്, സ്റ്റീരിയോ, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ്. പോലെ ഓക്കെ. ടയർ ഞങ്ങൾക്ക് കണ്ടീഷൻ ടയേഴ്സ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് കംപ്ലൈന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഇപ്പോൾ ലോണിലാണ് എടുക്കുന്നതെങ്കിൽ 50,000 ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചെറിയൊരു നിസ്സാര തുക മാത്രമാണ് EMI കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരുള്ളൂ. ഹ്യുണ്ടായി ആയിട്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2013 മാഗ്ന വേരിയന്റ് ആണ്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 66,000. പെട്രോൾ വേരിയന്റ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 1,70,000. 1,70,000 നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചോദിക്കുന്നത് ഒരു ചെറിയ എമൗണ്ട് ആണ്. നമുക്ക് റെഡി ക്യാഷിന് എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആണ് ചോദിക്കുന്നത്. ഇനിയിപ്പോൾ ലോണിലാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ലോൺ ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് മൈക്ര CVT ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്.
എക്സൽ വേരിയന്റ് എക്സൽ വേരിയന്റ്. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ വരുന്നത് 47,000. 47,000 കിലോമീറ്റർ. സ്ട്രിംഗ് അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. ഒരു വർഷത്തെ വാറന്റി ഉണ്ട്. ഇതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും എക്സൽ വരുന്നില്ലേ, എല്ലാം വരുന്നുണ്ട് അല്ലേ. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 90-80% ടയേഴ്സ് ആണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസോ 4,40,000. ഇപ്പൊ ചെറുവാഹനം നോക്കുന്ന ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വാഹനമാണ് മാരുതി എക്സ്പ്രസ് അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2021 VXi വേരിയന്റ് ആണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ 41,000 കിലോമീറ്റർ. പെട്രോൾ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ്. സ്ട്രിംഗ് അവൈലബിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. എങ്ങനെ മാരുതി വാറന്റി കിട്ടും നമുക്ക് 6 മാസം. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പാർട്സിന് റീപ്ലേസ്മെന്റ് ഉണ്ടാവും. ഓയിൽ ചേഞ്ച് സർവീസ് ചെയ്തിട്ടാണ് വണ്ടി തരുന്നത്. വണ്ടി എടുത്തതിന് ശേഷം 3 ഫ്രീ സർവീസ് ഉണ്ട്. എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ സർവീസിന് പോയി നമ്മൾ അഡീഷണൽ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ സർവീസ് ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ എവിടെ നമുക്ക് ഇത് കിട്ടും ചെയ്യും. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 3,75,000. 3,75,000. ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു മീഡിയം ബഡ്ജറ്റ് വാഹനം നോക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വാഹനമാണ് മാരുതി നെക്സയിലൂടെ ഇറങ്ങുന്ന ഇഗ്നിസിലെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2018 സിംഗിൾ ഓണർ 48,000 കിലോമീറ്റർ. ഏത് വേരിയന്റ്? ഡെൽറ്റ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ. പെട്രോൾ മാനുവൽ. സ്ട്രിംഗ് അവൈലബിൾ അല്ലേ. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വെഹിക്കിൾ ആണ്. ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. പോപ്പുലർ വാറന്റിയാണ്. 1 വർഷത്തെ വാറന്റി കിട്ടും. 1 ഇയർ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ വാറന്റി ഉണ്ട്. ഈ വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് 4,55,000. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2015 വണ്ടി. സിംഗിൾ ഓണർ ആണ്. VXi ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വരുന്നത്. എത്ര കിലോമീറ്റർ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. 58,000 കിലോമീറ്റർ. പ്രോപ്പർ കമ്പനി സർവീസ്. അതെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് 3,80,000. 380. നമുക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് അല്ലേ. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ഡിസയർ അല്ലേ. എങ്ങനെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2014 സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 96,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. വേറെ മേജർ ആക്സിഡന്റ് കാരണം എന്തെങ്കിലും? ബോണറ്റ് റീപ്ലേസ്ഡ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 4 ലക്ഷം രൂപ വരുന്നത്. 4 ലക്ഷം രൂപയുടെ ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ ബലേനോയാണ്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2019 വണ്ടിയാണ്. ഡെൽറ്റ വേരിയന്റ് ആണ്. സിംഗിൾ ഓണർ 40,000 കിലോമീറ്റർ. പെട്രോൾ മാനുവൽ. സ്ട്രിംഗ് ഒക്കെ ഉണ്ടോ? അതെ. ഉണ്ട്. ഈ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? 4 ഡോർ പവർ വിൻഡോ, ABS, എയർബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവർ ഒക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ, ടച്ച് സ്ക്രീൻ, ക്യാമറ കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ, ഡാഷ് ക്യാമറ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് അഡീഷണൽ ചെയ്തിട്ടുള്ളതാണ്. എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് 5,85,000. 5,85 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ മാറ്റം ഉണ്ടാവും. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് നമുക്ക് വാറന്റി കൊടുക്കാൻ പറ്റും. എങ്ങനെ? 6 മാസം ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പാർട്സിന് റീപ്ലേസ്മെന്റ് വാറന്റി ഉണ്ടാവും. ഓയിൽ ചേഞ്ച് സർവീസ് ചെയ്തിട്ടായിരിക്കും വണ്ടി തരുന്നത്. വണ്ടി എടുത്തതിന് ശേഷം 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഓൾറെഡി ഒരു സർവീസ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് തരും. അതിനുശേഷം നമുക്ക് 3 ഫ്രീ സർവീസ് ഓൾ ഇന്ത്യ ഉണ്ടാവും. 6 മാസത്തെ വാറന്റി ഉണ്ടാവില്ല. മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ? ഇത് 2017 ഡിസയർ VXi മാനുവൽ വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ മാനുവൽ. സ്ട്രിംഗ് അവൈലബിൾ ആണ്. അതെ. ഓക്കെ. വേറെ മേജർ ആക്സിഡന്റ് എന്തെങ്കിലും? ബോണറ്റ് ഗ്ലാസ് മാറിയിട്ടുണ്ട്. കമ്പനിയിൽ നിന്ന് മാറിയിട്ടുള്ളതാണ്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും വേറെ ഫ്രണ്ട് പൊട്ടിക്കൊന്നും ചെയ്തില്ല. ബോണറ്റും ഇതാണ് മാറിയിട്ടുള്ളത്. ഇതിൽ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇനി അറിയേണ്ടത് നിങ്ങൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇത് 5,65,000. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഡീസൽ വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു വാഹനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ബ്രസ അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു? ഇത് ബ്രസ VDI ഓപ്ഷനിലുണ്ട്. 2 എയർബാഗ് ABS ഉള്ളതാണ്. ഓക്കെ. 2016 മോഡലാണ്. സിംഗിൾ ഓണർ. കിലോമീറ്റർ 90,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. സ്ട്രിംഗ് അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഇനി അറിയേണ്ടത് ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. 6,50,000. 6,50,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? ലോൺ ചെയ്യാൻ പറ്റും. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ട് നിയോസ് അല്ലേ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? ഇത് 2022 വണ്ടിയാണ്. ഗ്രാൻഡ് ആയിട്ട് നിയോസ്. സിംഗിൾ ഓണർ 35,000 കിലോമീറ്റർ ഓടിയാണ്. പെട്രോൾ മാനുവൽ. ഏത് വേരിയന്റ് ഏതാണ്? കോർപ്പറേറ്റ് എന്നുള്ള വേരിയന്റ്. ഈ ഒരു വാഹനത്തിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാം. 1 വർഷത്തെ വാറന്റി കൊടുക്കാം. 1 വർഷത്തെ വാറന്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസം മാറ്റി എടുക്കാനും കഴിയും. ഇനി അറിയേണ്ടത് നിങ്ങൾ ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. 5,40,000. 5,40,000 ആണ് ആസ്കിംഗ് പ്രൈസ്. ചെറിയ മാറ്റം ഉണ്ടാവും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റൂലേ. ലൊക്കേഷൻ എവിടെ വരുന്നത്? ലൊക്കേഷൻ പോപ്പുലർ ട്രൂ വാല്യൂ കോതമംഗലം.